അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ, താക്കീതുകൾ, ഉത്ബോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മാനസിക പ്രയാസമുള്ളവരുണ്ട്, പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അള്ളാഹു മാനസിക പ്രയാസങ്ങൾ ദൂരീകരിച്ച് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകി, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി, ദീർഘായുസ്സും ആഫിയത്ത് നൽകി അള്ളാഹു എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളേറെ ഇഷ്ടപ്പെട്ട ആളുകൾ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷമുള്ള സമാധാനത്തിന്റെ ഒരു കാലഘട്ടം, 10 വർഷത്തേക്ക് പരസ്പരം ആക്രമിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ഒരു സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രാജ്യങ്ങളിലെയും രാജാക്കന്മാർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയ ഒരു സമയത്ത് ആ കൂട്ടത്തിൽ ജെറൂസലേമിലെ ഹിറാക്ലിയസ് എന്ന രാജാവിനും മുഹമ്മദ് നബി കത്തെഴുതി. കത്ത് കണ്ടപാട് അദ്ദേഹം ആ കത്ത് വായിക്കുകയും കത്ത് കൊണ്ടുവന്ന ദൂതനെ ആദരിക്കുകയും ചെയ്തു. പിന്നീട് ആ കത്തിലെ വിവരങ്ങൾ അറിഞ്ഞ് മുഹമ്മദ് നബിയെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അതുമായി ബന്ധപ്പെട്ട വിളംബരം നാട്ടിലെത്തിയ സമയത്ത് ആരെങ്കിലും വല്ല കച്ചവടത്തിനോ ഏതെങ്കിലും അർത്ഥത്തിൽ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോ അന്ന് അവിടെ പ്രവാചകന്റെ ബദ്ധവൈരിയായിരുന്ന അബൂ സുഫിയാൻ കച്ചവട ആവശ്യാർത്ഥം ജെറൂസലേമിൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തെ തന്റെ അനുചരന്മാരെ വിളിപ്പിച്ച് അദ്ദേഹത്തോട് വരാൻ പറയുകയും രാജാവ് അബൂ സുഫിയാനോട് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, സത്യം മാത്രമേ പറയാവൂ എന്ന് ആവശ്യപ്പെട്ടു. മുഹമ്മദ് നബിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയാനാണ് താങ്കളെ വിളിപ്പിച്ചത്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ശത്രുതയുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തത് പറയുകയോ അദ്ദേഹത്തോട് അടുപ്പമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടിപ്പറയുകയോ ചെയ്യാതെ സത്യസന്ധമായി മാത്രം വിവരങ്ങൾ നൽകണം എന്ന് അബൂ സുഫിയാനോട് രാജാവ് ആവശ്യപ്പെട്ടു. കുറെ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു, അയസീദൂന അം യൻഖുസൂൻ, ഈ ഇസ്ലാമിലേക്ക് ആളുകള് കൂടുകയാണോ കുറയുകയാണോ, ആളുകൾ വരുന്നുണ്ടോ അതോ ആളുകൾ വരാൻ മടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, നിലവിൽ ആളുകൾ കൂടുകയാണ് ചെയ്യുന്നത്. ധാരാളം ആളുകൾ മുഹമ്മദിന്റെ പ്രബോധനത്തെ ആകർഷിച്ചും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും പ്രവർത്തനവും കണ്ട് ഇഷ്ടപ്പെട്ടും ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഹൽ യർതദു അഹദു മിൻഹും സഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുൽ, ആളുകള് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ശേഷം ഇത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നുണ്ടോ, അകൽച്ച കാണിക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ മാറി നിന്നിട്ടുണ്ടോ, പുറത്തു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, അതിലേക്ക് പ്രവേശിച്ച ആളുകളൊക്കെ
അതിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയാവൂല, ഇത് ഭയങ്കര ബേജാറുടിച്ച ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് ആരും അതിൽ നിന്ന്, അതിന്റെ ക്ലാസ്സുകളിൽ നിന്ന്, അതിന്റെ ഉദ്ബോധനങ്ങളിൽ നിന്ന്, അതിന്റെ ഖുതുബകളിൽ നിന്ന്, അതിന്റെ ഖുർആൻ പ്രഭാഷണങ്ങളിൽ നിന്ന് ആരും അങ്ങനെ വിട്ടുപോകുന്നില്ല. എല്ലാവരും അവിടെ തന്നെ കൂടെ നിൽക്കുന്നതാണ് കാണുന്നത് എന്ന് അബൂ സുഫിയാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. കുറെ ചോദ്യങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, വിശ്വാസി അല്ലാത്ത രാജാവ് പറഞ്ഞു, വകദാലിക്കൽ ഈമാനു ഹീന തുഖാലിതു ബശാതതിഹിൽ ഖുലൂബ്. സത്യവിശ്വാസത്തിന്റെ പ്രഭ, സത്യവിശ്വാസത്തിന്റെ വെളിച്ചം ഒരാളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളും അത് വിട്ടുപോവുകയില്ല, ഒരാളും അതിൽ നിന്ന് തെന്നിമാറുകയില്ല. അത് തന്നെയാണ് ആ ഈമാനിന്റെ പ്രത്യേകത എന്ന് അബൂ സുഫിയാന്റെ മനസ്സിൽ അബൂ സുഫിയാനോട് സംവദിക്കുന്നതിനിടക്ക് ഈ രാജാവ് പങ്കുവെച്ചു എന്നതാണ് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം. മതം ഉപേക്ഷിക്കുന്ന ആളുകൾ, വിശ്വാസത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ, അള്ളാഹിനോട് താല്പര്യമില്ലാത്ത ആളുകൾ, നമസ്കാരത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ, ജുമായോടും ഖുതുബയോടും ദീനീ കാര്യങ്ങളോടും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകൾ, ഇസ്ലാം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഒരടിസ്ഥാനവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാട്സപ്പ് മെസ്സേജിന്റെയോ അല്ലെങ്കിൽ സന്ദേശയുടെ പേരിൽ ഇസ്ലാമിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ, വ്യക്തിപരമായ വിരോധം കൊണ്ട് നേരത്തെ പാലിച്ചു പോന്നിരുന്ന ഇസ്ലാമികമായ ചിട്ടകളും വ്യവസ്ഥകളും പാലിക്കാത്ത ആളുകൾ, അത്തരം ഖുർആനിന്റെ സന്ദേശങ്ങളോടും അതിന്റെ ക്ലാസ്സുകളോടും അതിന്റെ സംഹിതകളോടും താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നതാണ് ആമുഖമായി നാം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഇസ്ലാമിനോട് താല്പര്യമില്ലാത്ത മുസ്ലിമീങ്ങൾ, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾക്ക് വില കൊടുക്കാത്ത ആളുകൾ, അത്തരം സന്ദേശങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത യുവാക്കൾ, അത്തരം നിർദ്ദേശങ്ങളോടും ഇസ്ലാമിന്റെ സന്ദേശങ്ങളോടും പ്രവാചകനോടുള്ള ഇത്തിബാഹിനോടും താല്പര്യമില്ലാത്ത കൗമാരക്കാർ, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ആളുകൾ, അതേസമയം ഒരു നിലവാരവുമില്ലാത്ത സിനിമാ താരങ്ങളോടും ക്രിക്കറ്റ് താരങ്ങളോടും ഫുട്ബോൾ താരങ്ങളോടുമൊക്കെ അങ്ങേയറ്റത്തെ ആരാധനയും, ആരാധന എന്ന് പറഞ്ഞുകൂടാ, ആരാധന പോലെ ചിലപ്പോൾ ആരാധനക്കപ്പുറം അവരുടെ ഫോട്ടോ തന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മുസ്ലിം കുടുംബത്തിലെ മുസ്ലിം കുട്ടികൾ, നിസ്കരിക്കുന്നവർ, അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദർശ മാർഗത്തിലെ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമില്ലാതിരിക്കുക, 5 നേരത്തെ നമസ്കാരത്തിന് ആകെ വേണ്ടത് 35 മിനിറ്റാണ്, അതിന് താല്പര്യമില്ലാതെയാവുക, അത്തരം ആളുകളുടെ എണ്ണം കൂടുക, അത്തരം ആളുകൾ തന്നെയുള്ള കുടുംബത്തിലെ കുട്ടികളെ ഉപ്പാക്ക് പോലും ഉപദേശിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക. ഇനി ആരെങ്കിലുമൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ, ദീനീപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ആത്മാർത്ഥമില്ലാതെയാവുക, മുസ്ലിമായി ജീവിക്കുന്നത് പോലും ഒട്ടും താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണ്, അത്തരമൊരു കാലഘട്ടത്തിൽ ആളുകളെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഞാൻ പൊതുവായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. എനിക്ക് ഇന്ന് എന്നോടും നിങ്ങളോടും നൽകാനുള്ള വളരെ സുപ്രധാനമായ ഒരു ഉപദേശം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും എല്ലാ പ്രവാചകന്മാരും അവരുടെ സ്വപ്നമെന്നോണം സൂക്ഷിച്ചിട്ടുള്ള, അവരുടെ മക്കളെ ഉപദേശിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ മക്കളും യാക്കൂബ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ മക്കളും അടക്കം എല്ലാവരും തങ്ങളുടെ മക്കളോട് ഉപദേശിച്ച ഉപദേശം, യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീന, അള്ളാഹു നിങ്ങളെ ഈ ദീനിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വേറെ ആരും തെരഞ്ഞെടുത്തതല്ല, ഉപ്പ തെരഞ്ഞെടുത്തതല്ല, നാട്ടുകാർ തെരഞ്ഞെടുത്തതല്ല, സംഘടന തെരഞ്ഞെടുത്തതല്ല, പടച്ച റബ്ബാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ദീനിന് വേണ്ടി. അതുകൊണ്ട് ഉപ്പാക്കൊരു ഉപദേശമുണ്ട്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്.
മക്കളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ചരിത്രത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മക്കൾക്ക് നൽകിയിട്ടുള്ള അതാത് കാലത്ത് ജീവിക്കുന്ന മക്കളോട് വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും എതിരാളികളെയും നിരന്തരം കണ്ടു ജീവിക്കുന്ന മക്കളോട് വാപ്പമാർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാനുണ്ടായിരുന്ന ഉപദേശമാണ്, നിങ്ങൾ ഒരിക്കലും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മുസ്ലിമായിട്ട് ജനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുസ്ലിം അല്ലാതെ ജനിച്ച് പിന്നീട് മുസ്ലിമായി ജീവിച്ചിട്ടുണ്ടാവാം. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നതാണ്. യാ അയ്യുഹല്ലദീനാമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഹുതുബകളിലൊക്കെ, അത് മലയാളത്തിലാണെങ്കിലും അത് അറബിയിലാണെങ്കിലും അത് ഏത് ഭാഷയിലാണെങ്കിലും, ഒരു പ്രഭാഷണം തുടങ്ങുമ്പോ, ഒരു ഉത്ബോധനം തുടങ്ങുമ്പോ, ഒരു സന്ദേശം പറയുമ്പോ, ഒരു സമാപനം നടത്തുന്നു, ഒരു ആമുഖം നടത്തുമ്പോ എല്ലാവരും പറയുന്നതാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം എങ്ങനെയാണോ അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത്, അതാ കഴിവിന്റെ പരമാവധി. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കണില്ല, കഴിവിന്റെ പരമാവധി അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്നതാണ്. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ മരിച്ചാൽ ആ മനുഷ്യന് പിന്നെ സ്വർഗം ലഭിക്കുകയില്ല. ആ മനുഷ്യൻ പിന്നീട് അവന്റെ അന്തിമ ഫലം എന്ന് പറയുന്നത് നരകത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് അയാൾ വലിച്ചെറിയപ്പെടും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പിശാചിന്റെ അജണ്ട എന്താണ്? യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ വാപ്പനായും ഉമ്മനെയും ഒക്കെ പുറത്താക്കാൻ വേണ്ടി പരിശ്രമിച്ച പിശാചിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. അതുകൊണ്ട് ആദമിന്റെ മക്കളെ, നിങ്ങൾ ആദം സന്തതികളെ, പിശാച് നിങ്ങളെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അവൻ നിങ്ങളെ നാശത്തിൽപ്പെടുത്താതിരിക്കട്ടെ. അവൻ ഇരുവർക്കും തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കാനായി അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുകയായിരുന്നു. അവനും അവന്റെ കൂട്ടുകാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും, എന്നാൽ നിങ്ങൾക്ക് അവനെ കാണാനാവില്ല. അവൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനാണ്. പിശാചുക്കളെ നാം അവിശ്വാസികളെ രക്ഷാധികാരികളാക്കിയിട്ടുണ്ട്. സൂറത്തുൽ അറാഫ് 27-ാമത് സൂക്തം. അതുകൊണ്ട് പിശാചിന്റെ വലയിൽപ്പെട്ട് നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആദം സന്തതികളെ വിളിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ മുമ്പിൽ രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ട്, കുട്ടികൾ ഇരിക്കുന്നുണ്ട്, യുവാക്കളുണ്ട്, കൗമാരക്കാരുണ്ട്. മതത്തിന്റെ പേരിലുള്ള ശത്രുത ഇന്ന് മനുഷ്യർക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാൽ, സംഘടനയുടെ പേരിൽ ഇന്ന് ആളുകൾ പരസ്പരം കാഫറാക്കിക്കൊണ്ടിരിക്കുകയാൽ, കുടുംബപരമായ ചെറിയ ചെറിയ കാരണം കൊണ്ട് പലപ്പോഴും നന്നായി ജീവിച്ച, മുസ്ലിമായി ജീവിച്ച, ആത്മാർത്ഥമായി നിസ്കരിച്ച പല ആളുകളും കുടുംബ ബന്ധം ഒക്കെ ഛിന്ന ഭിന്നമാക്കി പലപ്പോഴും പിശാചിന്റെ വലയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ വിഷയത്തിൽ അച്ചടക്കമില്ലാത്ത ആളുകളായി മാറുകയാൽ, ഹറാമും ഹലാലും നോക്കാൻ സമയമില്ലാത്ത ആളുകളാണ്. എവിടുന്ന് കിട്ടിയാലും തിന്നും, എവിടുന്ന് കിട്ടിയാലും നമ്മൾ എടുക്കും, എന്ത് കിട്ടിയാലും നമ്മൾ ഉപയോഗിക്കും. എന്തുകൊണ്ട് നാം നമ്മുടെ മക്കളെ പോറ്റും? പണം കിട്ടിയാൽ മതി എന്ന സാഹചര്യമായി നമ്മുടെ സാഹചര്യം മാറിയിട്ടുണ്ട്. ലോട്ടറിയും പലിശയും ഷെയർ മാർക്കറ്റിലൂടെ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടതെന്ന് അറിയാതെ അവിഹിതമായ സമ്പാദികൾ നിരന്തരമായി നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമ്പത്തിലേക്കും നമ്മുടെ ബാലൻസിലേക്കും ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളാണെങ്കിലോ അവർക്കൊരു മാതൃകയില്ലാത്ത അവസ്ഥയാണ്. അവർ മാതൃകയാക്കുന്നതൊക്കെ ഫുട്ബോൾ താരങ്ങളെയാണ്, ക്രിക്കറ്റ് താരങ്ങളെയാണ്. ഒരച്ചടക്കവുമില്ലാതെ തങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകയോട് മോശപ്പെട്ട് പെരുമാറുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. വളരെ മോശമായി ജീവിക്കുന്ന സിനിമാ താരങ്ങൾ, അവർക്ക് ആവശ്യമുള്ള ലൈംഗികപരമായ ആസ്വാദനത്തിന് അവസരം നൽകാത്തവർക്ക് ആ അർത്ഥത്തിലുള്ള എല്ലാ അവസരവും നഷ്ടപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമുള്ള സിനിമാ താരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാണ്. അവരോട് പ്രിയമാണ്, അവരാണ് ഇവരുടെ DP-യിലുള്ളത്, അവരോടാണ് ഇവർക്ക് ഇഷ്ടം, അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവരുടെ കൂടെ സെൽഫി എടുക്കാനും അവരുടെ കൂടെ എനിക്ക് കൈ കൊടുത്താൽ പോരാ, എനിക്ക് കെട്ടിപ്പിടിക്കുക വേണം എന്ന് പൊതുസമൂഹത്തിൽ വെച്ച് പറയുകയാണ്. ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്.
പ്രവാചകനെ കുറിച്ച് അവർക്ക് അറിയില്ല, പ്രവാചകന്റെ ചരിത്രം അറിയില്ല, സ്വഹാബികളെ കുറിച്ച് അറിയില്ല, ഇസ്ലാമികമായ മൂല്യങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ കുട്ടികൾക്കറിയില്ല. അവരിട്ടതുപോലത്തെ ചെരുപ്പ്, അവരിട്ടതുപോലത്തെ പാന്റ്, അവരിട്ടതുപോലത്തെ മറ്റു വസ്ത്രങ്ങൾ. പെൺകുട്ടികൾക്കൊന്നും അവിടെ ഇസ്ലാം വേണോ, അവിടെ മറക്കണോ, അവിടെ ഔറത്ത് മറയണോ, അതൊന്നും ഉമ്മാർക്ക് പ്രശ്നമല്ല. കുട്ടി പറഞ്ഞത് വാങ്ങിക്കൊടുക്കുകയാണ്, കുട്ടിക്ക് പാകത്തെ ഡ്രസ്സ് എടുത്തു കൊടുക്കുകയാണ്. അവളുടെ മനസ്സിലുള്ളത് ഈ അർത്ഥത്തിലുള്ള നായകന്മാരാണ്. അവരുടെ താടി എങ്ങനെയാണ്, അവരുടെ മീശ എങ്ങനെയാണ്, അവരുടെ മുടി എങ്ങനെയാണ്, ഇത് നമ്മൾ പരിശോധിക്കുന്നില്ല. ഇങ്ങനെ ഏതർത്ഥത്തിലും ഒരു തരത്തിലും ഇസ്ലാമികമായി ജീവിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുകളിൽ നമ്മുടെ കുട്ടികൾ അവരുടെ കൂടെയാണ്. പന്നിയിറച്ചിയുടെ ചലഞ്ച് നിങ്ങൾ കേട്ടില്ലേ? ആർക്കാണ് അറിയാത്തത്? ഇസ്ലാമിക സമൂഹത്തിന് പന്നി മാംസത്തോടും പന്നി എന്ന മൃഗത്തോടുമുള്ള അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാക്കാണ് അറിയാത്തത്. എന്നിട്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, അത് മുസ്ലിമീങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പാർട്ടി പന്നിയിറച്ചി. എന്തിനാ പന്നിയിറച്ചിയുടെ ചലഞ്ച്? ഉദ്ദേശം നല്ലതായിരിക്കാം. ചിലപ്പോ വയനാടിലെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കളക്ഷൻ ആവാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉറക്കെ പറയാൻ പറ്റുന്ന സാഹചര്യം അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ മുന്നിൽ നിൽക്കുന്നത് ഈ സമുദായത്തിന്റെ പ്രതിനിധികൾ. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ മത്തയിട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അവരെ മുമ്പിൽ നിന്നുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടതാണ്. അതേപോലെ തന്നെ മാഷാ അല്ലാഹയുടെ സ്റ്റിക്കർ നമ്മൾ കേട്ടതാണ്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ വിമർശിക്കുകയില്ല. എല്ലാ പാർട്ടികൾക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാം. പക്ഷേ എന്തിനാണ് മതപരമായ നമ്മുടെ ആവിഷ്കാരങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ, ഇസ്ലാമികമായ മുന്നേറ്റങ്ങളെ എന്തിനാണ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറുന്നത്? നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ആളുകളുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾ അവരുടെ കൂടെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ അതാണ്, അവരുടെ താല്പര്യങ്ങൾ അതാണ് എന്നുള്ളത് നമ്മെ ഏറെ വേദനിപ്പിക്കേണ്ട കാര്യമാണ്. ഈ സമയത്താണ് ഞാൻ തുടക്കത്തിൽ നൽകിയ ഉപദേശം പ്രസക്തമാകുന്നത്. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഞാൻ പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ആഗ്രഹം അങ്ങനെയാണോ? മുസ്ലിമായി ജനിച്ചിട്ടുണ്ടാവാം, മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ ആ പ്രാർത്ഥന നമ്മിലുണ്ടാവണം, ആ ഉദ്ദേശം നമ്മിലുണ്ടാവണം, അത്തരത്തിലുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം, അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടാവണം. നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ മരണവും നമ്മുടെ മക്കളുടെ മരണവും അങ്ങനെയാവണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളായിട്ട് നമ്മൾ മാറണമെന്നതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഭാഗത്ത് ഖുർആനിന്റെ തവഫനി മുസ്ലിമൻ വൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ തമ്പുരാനെ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥനയിൽ കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ പ്രാർത്ഥിച്ചത് ഉറപ്പായിട്ടും മുസ്ലിമായി ജീവിച്ച ലോകത്തിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ പറ്റുക സാധ്യമാകുമോ എന്നറിയില്ല. അത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. മുസ്ലിമായി നമ്മുടെ മക്കൾ മരിക്കാൻ, മുസ്ലിമായി നമ്മൾ മരിക്കാൻ, മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിമായിട്ട് മരിക്കാനുള്ള പ്രാർത്ഥനയും സ്വപ്നവും യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാവേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ജഅലൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുവേ, എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല സമയം അതെന്റെ അവസാനത്തെ സമയമാവേണമേ എന്ന പ്രാർത്ഥന. ഇന്നലെ ചിലപ്പോൾ നല്ലതാവാം, ഇന്ന് ചിലപ്പോൾ നല്ലതാവാം, പക്ഷെ മരണം നടക്കുന്നത് നാളെയാണെങ്കിൽ നാളെ എന്റെ നല്ല ദിനമായി മാറാൻ മുഹമ്മദ് നബി മരണം വരെ പ്രാർത്ഥിച്ചു. എന്റെ പ്രവർത്തനങ്ങളിലെ, എന്റെ കർമ്മങ്ങളിലെ ഏറ്റവും നല്ല കർമ്മം എന്റെ അവസാനത്തെ കർമ്മമാക്കണമേ. ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക, നമസ്കരിക്കുമ്പോൾ മരിക്കുക, നമസ്കാരത്തിന് പോകുന്ന വഴിയിൽ മരണപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ മരിക്കാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. നല്ല സേവനം ചെയ്യുന്നതിനിടെ മരിക്കുക, ഹജ്ജിന്റെ യാത്രയിൽ മരണപ്പെടുക, ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിൽ മരണപ്പെടുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക, സുബഹി നമസ്കരിക്കുമ്പോൾ മരണപ്പെടുക. നമുക്കാർക്കെങ്കിലും അങ്ങനെ വല്ല സ്വപ്നവുമുണ്ടോ? ചിലപ്പോഴൊക്കെ ചില മരണങ്ങൾ കേൾക്കുമ്പോ നമുക്ക് വലിയ ദുഃഖമുണ്ടാവാറുണ്ട്. അവരൊക്കെ ആ സമയത്ത് ഈമാനുണ്ടായി മരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വളരെ ഭീകരമായ മരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശപ്പെട്ട സമയത്തുള്ള മരണങ്ങൾ, ജേട്ടനും അനുജനും തമ്മിൽ വലിയ ശത്രുതയുണ്ടാക്കി ബന്ധം മുറിച്ച ശേഷമുള്ള മരണങ്ങൾ ഭീകരമായ മരണങ്ങളാണ്. നമ്മുടെ മരണം നന്നാവണമെങ്കിൽ, നമ്മുടെ മരണസമയത്ത് നമുക്ക് ഈമാൻ ഉണ്ടാവണമെങ്കിൽ, മുസ്ലിമായി മരിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവണം. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അവസാനമായി ചെയ്യുന്ന സമയത്ത്,
അങ്ങനെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മരണം സംഭവിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ മരണത്തിന്റെ സാഹചര്യം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയ്യത്തായി നമുക്കുണ്ടാവേണ്ടതാണ്. അയൽവാസിയോട് പിണങ്ങി നിൽക്കുമ്പോൾ മരിക്കുക. സംഗതി നമ്മൾ മരണപ്പെട്ട മനുഷ്യൻ മരിച്ചു മയ്യത്ത് കൊണ്ടുവന്നാൽ ഉസ്താദോ ബന്ധപ്പെട്ട ആളുകളോ ഇയാളൊരു സാധാരണ മനുഷ്യനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും, നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും പറയാം. പക്ഷെ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ പാടില്ലല്ലോ. പ്രവാചകന്റെ സഹാബത്ത് കാത്തിരുന്നിട്ടില്ല, അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെപ്പോഴും വിചാരിക്കുന്നത് ഏത് സമയം എന്റെ മരണം സംഭവിക്കാം. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ റസൂലിന്റെ മുമ്പിൽ ചോദിച്ചില്ല ഒരാള്, നബിയെ എനിക്കൊരു ആത്മാർത്ഥത കിട്ടണില്ല, നിസ്കരിക്കുമ്പോൾ ഓരോ ചിന്തകൾ വരാൻ, എനിക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ തഖ്വയുണ്ടാവാൻ. നബി എന്താ പറഞ്ഞത്? നീ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, നീ പെരുമാറുന്ന എല്ലാ പെരുമാറ്റങ്ങളും, നീ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും അത് നിന്റെ ഒടുവിലെ സേവനമാണെന്ന് കരുതുക, അത് നിന്റെ ഒടുവിലെ കർമ്മമാണെന്ന് കരുതുക. ഇന്നത്തെ ഈ ഖുത്ബ, ഇന്നത്തെ ഈ ജുമുഅ എന്റെ ജീവിതത്തിൽ അവസാനത്തെ ജുമുഅയാൻ, അടുത്ത വെള്ളിയാഴ്ച ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ, ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ, ഇങ്ങനെ എന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ എനിക്ക് അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഖുത്ബയിൽ പങ്കെടുക്കുന്നവനെ അത് അവന്റെ ഏറ്റവും മികച്ച കർമ്മമായിട്ട് മാറുകയാണ്. അതേസമയം അതല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പോലും പറയാതെ വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്ത് മുന്നോട്ട് പോകുമ്പോ നമുക്ക് മരിക്കാൻ തോന്നൂല, നമുക്ക് മരണത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എന്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം, ആ ദിവസം നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. നമുക്കൊക്കെ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാകും, നല്ല സന്തോഷമുള്ള ദിവസം ഉണ്ടാകും, നല്ല കർമ്മങ്ങളുള്ള ദിവസം ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം ആരെയും വേദനിപ്പിക്കാതെ എന്നെ നീ നിന്നിലേക്ക് വിളിപ്പിക്കണമേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നല്ല ദിവസത്തിൽ രോഗിയായി കിടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നിരുന്നത് അലി ബിൻ അബി ത്വാലിബിന്റെയും അബ്ബാസ് റളിയല്ലാഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് പ്രവാചകൻ പള്ളിയിലേക്ക് വന്നിരുന്നാണ്. എത്ര പ്രയാസപ്പെട്ടും പള്ളിയിലേക്ക് വന്ന് എന്തിനാ? അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ പള്ളിയിലായിരിക്കാൻ, നിസ്കരിക്കുന്നവനായിരിക്കാൻ, അതിന് പുറപ്പെടുന്നവൻ. നബി എങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ നബിയുടെ കാൽവിരലുകൾ കാരണം ഒരു ലൈൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്, മണലിൽ. മരണത്തിന്റെ സമയത്ത് തന്റെ കൂട്ടുകാരോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നലിൽ മൗത്തിൽ സക്രാത്ത്, വല്ലാത്ത വേദനയാണ് മരണത്തിന്, വല്ലാത്ത ഒരു തരം മത്തായ അവസ്ഥയാണ് മരണത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അള്ളാഹു എനിക്ക് നീ മരണം എളുപ്പമാക്കണമേ എന്ന് മുഹമ്മദ് റസൂൽ ആശങ്കയാണ്, ബേജാറാൻ, അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടതാണ് എന്ന ബേജാറാൻ. നമുക്ക് അങ്ങനത്തെ ഒരു ബേജാറുമില്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഒരുക്കമല്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടി കുറെ ആലോചിച്ചവരാൻ, ജീവിക്കാൻ വേണ്ടി ചിന്തിച്ചവരാൻ, ജീവിക്കാൻ വേണ്ടി സന്തോഷിച്ചവരാൻ, ജീവിക്കാൻ വേണ്ടി വീട് വെച്ചവരാൻ, ജീവിക്കാൻ വേണ്ടി നിരന്തരം വീട് വെക്കുന്നവരാൻ, വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്തവരാൻ. മരണത്തിന് വേണ്ടി എന്തോ ഒരുക്കമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ മരിക്കുന്ന സമയത്ത് ഒരു തടസ്സവുമില്ലാതെ, ഒരു ബാധ്യതയുമില്ലാതെ അള്ളാഹുവേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന പ്രാർത്ഥന പോലും നിർവഹിക്കാൻ മറന്നുപോയ ഹതഭാഗ്യവാന്മാരായിട്ട് നമ്മൾ മാറുകയാണ്. മരണസമയത്ത് ബിലാൽ ഇബ്നു റബാഹ്, അദ്ദേഹത്തിന്റെ ഭാര്യ, സ്നേഹനിധിയായ ഭാര്യ പൊട്ടിക്കരഞ്ഞു, എന്റെ തക്കമേ, എന്റെ സങ്കടമേ എന്ന് പറഞ്ഞപ്പോ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്ര ബിലാൽ, എന്റെ സന്തോഷമേ എന്ന് വിളിച്ചു പറയൂ എന്ന് മഹദിയോട് ബിലാൽ റബാഹ് പറഞ്ഞു. ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് മരിച്ചാൽ മതി, കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് കാണാനുള്ളത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രവാചകനെ കാണാം, എന്റെ സ്വഹാബിമാരെ കാണാം, എന്റെ കൂട്ടുകാരെ കാണാം. സ്വർഗീയ ഭൂമിയിലേക്ക്, ഇല്ലേ, ഫലസ്തീനിലെ ഓരോ കുട്ടിയും മരണപ്പെടുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോ മലാഖമാര് ചോദിച്ചത്ര അവരോട്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് പറയുമ്പോ ആ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾക്കൊന്നുകൂടി ദുനിയാവിലേക്ക് പോയി ഫലസ്തീനിന്റെ മണ്ണിൽ നാടിനും അള്ളാഹുവിനും വേണ്ടി പോരാടി രക്തസാക്ഷിയാവണമെന്നാണ്. സ്വർഗത്തിലെത്തിയാൽ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏകവർഗമാണ് രക്തസാക്ഷികൾ. നമ്മൾ പക്ഷെ അതൊന്നും ആലോചിച്ചിട്ടില്ല, രക്തസാക്ഷിത്വം ആലോചിച്ചിട്ടില്ല. ആരെങ്കിലും മരിച്ചോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് ജീവിക്കണം, എനിക്കിവിടെ നന്നായി ജീവിക്കണം, അതിന് കുറെ പൈസ വേണം. അത് ഹലാലായാലും കുഴപ്പമില്ല, ഹറാമായാലും കുഴപ്പമില്ല, കട്ടതായാലും കുഴപ്പമില്ല, ലോട്ടറി അടിച്ചതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒക്കെ ഓഫർ കിട്ടിയതായാലും കുഴപ്പമില്ല, പൈസ കിട്ടണം, പണം കിട്ടണം. എന്നിട്ട് പിടുത്തം പിടിക്കും അല്ലാഹു. ആകെ കൂടി വെപ്രാളം,
കയ്യും കാലൊന്നും മര്യാദക്ക് നീട്ടിവെക്കാൻ പോലും പറ്റാതെ, ആഗ്രഹിച്ച തരത്തിൽ മരണം സാധിക്കാതെ, ഒരു കെലിമ പോലും തപ്പിത്തറിയാതെ, ചെയ്യാൻ പറ്റാതെ, ചൊല്ലാൻ പറ്റാതെ ലോകത്തോട് വിട പറയുന്ന മാരകമായ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? മരണപ്പെടുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം എന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മാരകമായ രോഗം വന്നപ്പോ ഡോക്ടർമാർ ഒന്ന് കാല് മുറിക്കണം, അതിന് ചെറിയൊരു ലഹരി നിങ്ങൾക്ക് തന്നാലാണ്, ഒരു മരുന്നുണ്ട്, അത് തന്നാലാണ് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, മയക്കുമരുന്ന് എനിക്ക് വേണ്ട, എന്റെ ശരീരത്തിൽ അത് ആവശ്യമില്ല, ഞാൻ നിസ്കരിച്ചോളാം, നിങ്ങൾ എന്റെ കാല് മുറിച്ചോളി. അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചു. ഞാൻ കാല് മുറിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം നിസ്കരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ ആളുകളോട്, മുറിച്ചില്ലേന്ന്. അങ്ങനെയൊക്കെ നിസ്കരിക്കാൻ നമുക്ക് പറ്റുമോ? എന്തൊക്കെയാ ഞങ്ങൾ നിസ്കാരത്തിൽ നമ്മൾ ആലോചിക്കുന്നത്, എന്തൊക്കെയാ നമ്മൾ കാണുന്നത്, എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്? മനസ്സിനെ ഒന്ന് ശാന്തപ്പെടുത്തിക്കൊണ്ട് നിസ്കരിക്കാൻ പോലും നമുക്ക് പറ്റണില്ല. മരിക്കണം എന്നുള്ള ചിന്തല്ല എന്ന് മാത്രമല്ല, മരിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ചെയ്യുന്ന ആളുകൾക്ക് പോലും അത് അതിന്റെ തഖ്വയിലും ഭക്തിയിലും ഖുശൂഇലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വലാ തമൂതുന്ന വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവല്ലേ എന്ന് അള്ളാഹു ആവശ്യപ്പെടുക. അള്ളാഹ് അങ്ങോട്ട് പറയാൻ, നിങ്ങൾ നരകത്തിൽ വരേണ്ടവരല്ല, നിങ്ങൾ അങ്ങോട്ട് വരല്ലേ. അള്ളാഹ് വളരെ സ്നേഹത്തോടെ, വളരെ കാരുണ്യത്തോടെ അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉർവത്ത് ഇബ്നു സുബൈറിന്റെ കാല് മരിച്ച ശേഷം അത് ഒഴിവാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്റെ കാല് കഫൻ ചെയ്യണം, കുളിപ്പിക്കണം. കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത കാലിനോട് അദ്ദേഹം പറയത്രേ, കഴിഞ്ഞ 45 വർഷമായി എന്നെ പള്ളിയിലേക്ക് നടത്തിയ കാലാണ് നീ. നാളെ നിന്റെ കോടതിയിൽ, റബ്ബിന്റെ കോടതിയിൽ നീ എനിക്കെതിരായിട്ട് വരരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, നമ്മൾ മരണത്തെക്കുറിച്ചൊരു ആലോചന എല്ലാ സമയത്തും ഉണ്ടാവണം. മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാലും ആലോചിച്ചിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ മരിക്കും, ഞാനും മരിക്കും, നമ്മുടെ കുട്ടികളും മരിക്കും. നമ്മൾ തീരുമാനിച്ചിട്ടല്ല, പടച്ചോൻ തീരുമാനിച്ചിട്ട്. ഏതായാലും ഉറപ്പുള്ള ഒരു കാര്യം, ആ ഉറപ്പുള്ള കാര്യം ഒന്ന് ആസൂത്രണം ചെയ്യാൻ, ഒന്ന് ഈമാനോടെ മരിക്കാൻ, ഒന്ന് മുസ്ലിമായിട്ട് മരിക്കാൻ, അല്ലെ, നമ്മുടെ മക്കളെ അതിനുവേണ്ടി പ്രാപ്തരാക്കാൻ, നമ്മുടെ മക്കളെ അതിനുവേണ്ടി ആ അർത്ഥത്തിൽ നമുക്ക് അവരെ പഠിപ്പിക്കാൻ, അവരെ പരിശീലിപ്പിക്കാൻ, അതിനുവേണ്ടി നല്ല സുബഹിക്ക് നമ്മുടെ കുട്ടികളെന്ന് വിളിച്ചുണർത്താൻ. അവരൊക്കെ വേറെ ലോകത്താണ്, വീഡിയോസിന്റെ ലോകത്താണ്, അല്ലെ. നിങ്ങൾ ഈ യൂട്യൂബൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം, നമ്മുടെ കുട്ടീനെ ഒരു ഫോൺ കൊടുത്തു നോക്കി, ആദ്യം റീൽസുകൾ കാണലാൻ. ഒരു പാട്ടിറങ്ങിയ അപ്പൊ റീൽസാണ്. നമ്മുടെയൊക്കെ പെൺകുട്ടികൾ അതിലുണ്ടാകും. നമ്മൾക്കത് ആസ്വദിക്കുകയാണ്. ആസ്വദിക്കുന്ന ആളോട് ചോദിച്ചാൽ അറിയാം അവരെന്തിനാ അത് ആസ്വദിക്കണേ. കുറച്ചൊക്കെ ചെറിയ മക്കളാവുമ്പോ കുറച്ചൊക്കെ ആവാം. വലിയ വലിയ പെൺകുട്ടികൾ, വലിയ വലിയ ആൺകുട്ടികൾ, അവരെന്തെല്ലാമാണ് കാണുന്നത്, അവരെന്തെല്ലാമാണ് കേൾക്കുന്നത്. ഒരു സെൽഫി എടുക്കുമ്പോൾ അവരുടെ മുഖഭാവം എങ്ങനെയാണ്? അവർക്കൊക്കെ വാപ്പമാരുണ്ടല്ലോ, ആ വാപ്പമാരൊക്കെ മുസ്ലിങ്ങളാണല്ലോ ഒട്ടുമിക്കവും, ഉമ്മമാരുണ്ടല്ലോ. ഞാൻ പറയുന്നത്, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്താണ് നമ്മുടെ സാഹചര്യം? നമ്മുടെ കുട്ടിയുടെ DP ഏതാന്ന് പരിശോധിക്ക്. ഈ പറയപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഈ താരങ്ങളാൽ, വലിയ വലിയ താരങ്ങൾ, നമ്മളൊക്കെ വലിയ അത്ഭുതകരമായി മനസ്സിലാക്കിയ ആരാധകരുടെ വലിയ സംഘമുള്ള ഈ താരങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫലസ്തീനു വേണ്ടി ശബ്ദിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നെങ്കിലും ഒന്ന് അവർ പാവപ്പെട്ടവരെ കാര്യം പരിഗണിച്ചിട്ടുണ്ടോ? അവരെ ജീവിതം, അവരെ സന്തോഷം, എപ്പോഴെങ്കിലൊക്കെ ദുരന്തം ഉണ്ടാവുമെന്ന് ഓടി വന്ന് എന്തെങ്കിലും പറയാമെന്നല്ലാതെ, എന്തെങ്കിലും പ്രഖ്യാപിക്കാമെന്നില്ല, കൊടുക്കുന്നുണ്ടെന്ന് പടച്ചവൻ വരാനറിയാം. ഞാൻ പറയുന്നത്, അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാവുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് അവരോടൊക്കെ ഇഷ്ടം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവരെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് അവരെക്കാൾ നമുക്ക് അള്ളാഹിന് ഇഷ്ടമുണ്ടോ, റസൂലിന് ഇഷ്ടമുണ്ടോ, ബിലാൽ ഇബ്നു റബാഹിനെ അറിയോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അറിയോ, നമ്മുടെ കുട്ടികൾക്ക് അറിയോ? ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ അർത്ഥത്തിൽ മദ്രസയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? 4ാം ക്ലാസ്സിൽ നിന്നൊക്കെ മദ്രസ ഇരുത്തി. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു കുട്ടിന്റെ നാലിലെത്തിയില്ലേ, നമുക്ക് കുറെ പഠിക്കാൻ സ്കൂളിൽ ട്യൂഷന് പോകണം. എന്താണ് ഈ ട്യൂഷൻ? എന്തിനാണ് ഈ ട്യൂഷൻ? ചെറിയ മക്കൾക്ക് പോലും തീ പഠിപ്പിക്കാൻ പറ്റാത്ത രക്ഷിതാക്കളായിട്ട് നമ്മൾ മാറിയാൽ, അങ്ങനെ കുറെ അങ്ങോട്ട് മുന്നോട്ട് പോകും. പിന്നെ പരാതിയാൽ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, സുബൈക്ക് വിളിച്ച് എണീക്കൂല, നമ്മൾ പറയണൊന്നും കേൾക്കണില്ല, നിങ്ങളൊന്ന് ഉപദേശിക്കുക ഉസ്താദെ. എത്ര കേസുകൾ, എത്ര ആളുകൾ ഡ്രസ് ഇടാൻ പറഞ്ഞാൽ കേൾക്കൂല, നല്ലൊരു മഫ്ത ഇടാൻ പറഞ്ഞാൽ കേൾക്കൂല, പട്ടം തലയിൽ ഇടുന്നല്ല. ഇതൊന്നും പഠിപ്പിക്കാതെ എങ്ങനെയാണ് അവർക്ക് കിട്ടുക? അവരെ ആ അർത്ഥത്തിൽ അവരെ 60 വയസ്സുള്ള ഒരാളോട് പിന്നെ ഫുദൈൽ ഇബ്നു അയ്യാദ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചത്ര, നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അത്തത്തെ അലയിക്ക പിന്നെ 60 സന, 60കാരനായ നിങ്ങൾക്ക് എന്താ പറയുള്ളത്?
അദ്ദേഹം ഒരുപാട് സങ്കടം പറഞ്ഞു. ഞാൻ നന്നായി ജീവിക്കാനൊന്നും പറ്റിയിട്ടില്ല, വലിയ പ്രയാസത്തിലാണ്. ഇപ്പൊ ഞാന് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്ര നിങ്ങള് ഇതുവരെയുള്ളത് അവക്കട്ടെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒന്നും പറയാൻ പോലും പറ്റാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറും. അഹ്സിൻ ബാഖിയ, ഇനിയുള്ള കാലമെങ്കിലും നന്നാവുക എന്നതാണ്. പക്ഷെ നമുക്ക് 60 വയസ്സാകാൻ കാത്തിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും അള്ളാഹു വിളിച്ചാലോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം എന്താണ്? എന്റെ ജീവിതം ഞാൻ ആലോചിക്കുമ്പോ എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്റെ കുടുംബവും, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ നിസ്കാരം എങ്ങനെയാണ്, അവരുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 3 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ എന്റെ കുട്ടിക്ക് നേരണ്ടോ? എന്റെ മകന് നേരണ്ടോ? അപ്പാന്റെ കുട്ടി ജമാഅത്താണ് നിസ്കരിക്കണം, ഇങ്ങോട്ട് വാ. സൽക്കാരത്തിന് വിളിച്ചു കൊണ്ടുപോകും, കല്യാണത്തിന് വിളിച്ചു കൊണ്ടുപോകും, ടൂറിന് പോകുമ്പോ എല്ലാരും കൂട്ടും. അമ്മായി, മൂത്തമ്മയും കുഞ്ഞാമ്മയും കുഞ്ഞമ്മായും ഒക്കെ ഉണ്ടാവും. എല്ലാരും കൂട്ടിയിട്ടൊന്ന് ജമാഅത്തായി നിസ്കരിച്ചോ? ഇല്ല. നിസ്കരിച്ചുകൊണ്ടൊന്ന് ചോദിച്ചോ? ഇല്ല. എങ്ങനെയാണ് നമുക്കിത് സാധ്യമാകുന്നത്? എന്താണ് നമ്മുടെ മനസ്സിങ്ങനെ കടുത്തുപോയത്? ആരോഗ്യമുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? കുറെ കഴിയുമ്പോൾ നമുക്ക് തോന്നും അന്ന് ചെയ്താൽ മതിയായിരുന്നു, അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അന്ന് വയസ്സാകുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, നീച്ചാനും വയ്യ, ഇരിക്കാനും വയ്യ, രണ്ടാൾ പിടിക്കണം. അപ്പൊ അങ്ങനെ ആലോചിക്കും, ഞാൻ ചെറുപ്പക്കാരനായ സമയത്ത് എന്തായിരുന്നു ആ കാലഘട്ടം, എന്തൊക്കെ ചെയ്യാമായിരുന്നു, എന്തൊക്കെ സേവനം ചെയ്യാമായിരുന്നു, എത്ര നോമ്പെടുക്കാമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. മര്യാദക്കൊരു ഹുതുബക്ക് പോലും ഞാൻ നേരത്തിനും കാലത്തിനും പള്ളിയൊക്കെ വന്നിട്ടില്ല. അങ്ങനെ എങ്ങാനും എന്റെ ആ യൗവന കാലഘട്ടം എനിക്കെങ്ങാനും തിരിച്ചു ലഭിച്ചാൽ ഈ നിരക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ ദൗർബല്യത്തിന്റെ കഥനം ഞാൻ എന്റെ യൗവനത്തിനോട് സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കവി പൊട്ടിക്കറിയാൻ. എന്താ കറിഞ്ഞിട്ട് കാര്യം? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ തണൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഞാൻ പറയാം, ഈ കാലഘട്ടത്തിലെ യുവാക്കൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ചില്ലറയാവില്ല. കൃത്യമായി നിസ്കരിക്കാനും കുടുംബജീവിതം നയിക്കാനും മക്കളെ ദീനീപരമായി വളർത്താനും ഒരാള് പരിശ്രമിച്ചാൽ തന്നെ അയാൾ ഏറ്റവും നല്ല മുജാഹിദാണ്. സംഘടനാ മുജാഹിദല്ല, അള്ളാഹിന്റെ മാർഗത്തിലുള്ള പോരാളിയായ മുജാഹിദ്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു സംവിധാനം, അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ, അങ്ങനത്തെ ഒരു ചുറ്റുപാട്, അങ്ങനത്തെ ഒരു പാർട്ടി രാഷ്ട്രീയ സംവിധാനം, അവിടെയാണ് നമ്മൾ അള്ളാഹിന്റെ മാർഗം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയല്ലോ, ഇങ്ങനെ നിങ്ങൾ ജുമാക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയല്ലോ. കുറച്ച് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, സഫുകളായതിനു ശേഷം കയറി നിൽക്കണം. അടുത്ത ആഴ്ച പറ്റിയാൽ കുറച്ചുകൂടി നേരം വൈകി വരണം, എന്നാ പിന്നെ ഇത്ര നേരം ഇരിക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ആർക്ക് വേണ്ടിയാണ് സഹോദരന്മാരെ? ആരോടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ആരാ കണക്കൂട്ടുന്നത്? ഖത്തീബും കമ്മിറ്റിക്കാരും എല്ലാം കണക്കൂട്ടുന്നത്, പടച്ച് തമ്മിലാണ് കണക്കൂട്ടുന്നത്. ആ നമ്മൾ ഓർമ്മ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. 6 വയസ്സുള്ള 6ാം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയോട് ഞാൻ എന്താ മോളെ സ്വപ്നം എന്ന് പറഞ്ഞപ്പോ കുട്ടി പറയാ പാബ്ലോ എക്സോബർ. ഞാൻ എഴുതിയിട്ട് വന്നിട്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല അതാവണമെന്ന്. എന്താവാനാണ് സ്വപ്നം എന്ന് ചോദിച്ചോ പറയാം. ഞാൻ അതിനെ കുറിച്ച് ചെറിയൊരു പഠനം നടത്തിയപ്പോ എന്താ അറിയോ, കൊളംബിയൻ നാർക്കോട്ടിക് ആയ വളരെ പ്രസിദ്ധനായ ലഹരിയുടെ ഒരു സ്ഥാപകനാണ് അദ്ദേഹം. അതാവാനാണ് ആഗ്രഹം. വേറൊരു 4ാം ക്ലാസ്സിലെ കുട്ടി പറയാണ് മോഡൽ ആവണം, സണ്ണി ലിയോൺ. എനിക്ക് പേരിനെ പറയാൻ പ്രയാസമുണ്ട്. ആവണം. ചോദിച്ചു നോക്കിക്കോളി, വാപ്പാന്റെ കുട്ടികളെ മഴയിലിരുത്തിട്ട് പാന്റെ കുട്ടിക്ക് എന്താവാനാണ് ആഗ്രഹം? പാന്റെ കുട്ടി അങ്ങനെയല്ലല്ലോ കേട്ടോ ആവേണ്ടത്. പാന്റെ കുട്ടീനെ സുബൈ നിസ്കരിച്ചോ? പാന്റെ കുട്ടി നിസ്കരിക്കണം കേട്ടോ. പച്ചയല്ല എനിക്ക് തിന്നാൻ തരുന്നേ, പച്ചയല്ല എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നേ. ഉപ്പാക്ക് പറയാൻ പറ്റണ്ടേ, ഉമ്മാക്ക് പറയാൻ പറ്റണ്ടേ, ഉപ്പിന്റെ കൂടി ചേർത്ത് പിടിച്ച് കുട്ടികളെ ചേർത്ത് പിടിക്കണ്ടേ, പള്ളിക്ക് കൊണ്ടണ്ടേ, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണ്ടേ. ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും എണീറ്റ് പോവാനോ ഒഴിവാക്കാനോ ആണ് തോന്നുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുക? ഒഴിവില്ലെങ്കിൽ വേണ്ട, ഒഴിവില്ലെങ്കിൽ വേണ്ട. ഒഴിവുള്ളപ്പോ പങ്കെടുക്കണ്ടേ, ഒഴിവുള്ളപ്പോ പഠിക്കണ്ടേ, എല്ലാരും കൂടി ഒരുമിച്ചിരിക്കണ്ടേ. മക്കളെ നമുക്ക് യാസീനോദാ, യാസീനോദന് 20 മിനിറ്റ് വേണം. ഒരു കാര്യം 5 ആയത്ത് വാപ്പോദ, 5 ആയത്ത് പല കുട്ടി ഓതോ, 5 ആയത്ത് ഉമ്മച്ചി ഓതിക്കോളും. എല്ലാരും കൂടി ഒരു വീട്ടിലൊരു യാസീൻ ഓതിക്കൂടെ? എല്ലാരും കൂടി ഒരു സൂറത്തുൽ വാഖിയ ഓതിക്കൂടെ? എല്ലാവർക്കും കൂടി ഒരു 10 സ്വലാത്ത് എല്ലാം നേരം ഉണ്ടാവില്ലേ? ഇതൊന്നും ഇപ്പൊ നമ്മളെ വീട്ടിൽ നടക്കണില്ല. എങ്ങനെ മുസ്ലിമായിട്ട് മരിക്കും? എങ്ങനെ മുസ്ലിമായിട്ട് മരിക്കാൻ സാധിക്കും? നമ്മുടെ ആരാധനകൾ ആ രീതിയിലാവും. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ സ്റ്റാറ്റസ്, അവരുടെ മൊബൈല്, അവരുടെ വീഡിയോസ് അവർ പ്രചരിപ്പിക്കുന്നത്, അവരെ എല്ലാ സംഗതികളും പരിശോധിച്ചുകൊണ്ട് തിരുത്താൻ പറ്റുന്നിടത്തോളം തല്ലാനോ ചീത്ത പറയാനോ അല്ല,
തിരുത്താൻ പറ്റുന്നിടത്തോളം തിരുത്തി അവരെ ചേർത്ത് പിടിച്ച് അവരോട് നിങ്ങൾ സ്നേഹത്തോടെ കണ്ണു നിറഞ്ഞ് നിങ്ങളെ ബെഡിലിരുന്ന് മടിയിരുത്തി നെറ്റിൽ ഉമ്മ കൊടുത്ത് പറയണം, മക്കളെ ഒലാത്ത മൂത്തുന്ന ഇല്ല അന്തം മുസ്ലിമോൻ. ബാപ്പാക്കിന് എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത്, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും മുസ്ലിങ്ങളായി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.